ആദ്യം കുറച്ചായിട്ടാന്ന് വിചാരിച്ച് പിന്നെ മൊത്തത്തിലങ്ങ് വിഴുങ്ങി. ഇന്ന് ഞാൻ എന്റെ കൈകൾ വെക്കുന്നത് ചിക്കൻ മോമോയിലേക്കാണ്. ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊറിയൻ ഡ്രാമയിലാണ്. അന്നേ വിചാരിച്ചു വെച്ചിരുന്നത് കൊറിയക്കാർ മാത്രം കഴിക്കുന്ന പ്രത്യേക സാധനമാണ്, നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ലെന്ന്. ഇതുണ്ടാക്കാനുള്ള പ്ലാൻ ഇട്ടപ്പോ തന്നെ ഞാൻ എന്നോട് ചോദിച്ചു, അത് വേണോ? കാരണം മധുരം ഉണ്ടാക്കുമ്പോൾ കോൺഫിഡൻസ് ഒന്നും വേറൊന്നും ഉണ്ടാക്കുമ്പോൾ ഇല്ലെന്നേ. എന്നിട്ടും രണ്ടും കൽപ്പിച്ച് ഞാൻ ഇവിടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. മാവ് ഒഴിച്ചു വെച്ചു, ചിക്കൻ വേവിച്ചു വെച്ചു, സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കുനുകുനാന്നരിഞ്ഞു വെച്ചു. ആദ്യത്തെ കുനുകുനെ ആയില്ല, പിന്നെ രണ്ടാമത്തെ കുനുകുനെ ആക്കിയെടുത്തു. പിന്നെ നമ്മൾ എല്ലാതും ഇതും കൂടെ മിക്സ് ചെയ്തു. കുരുമുളക് പൊടി, സോയാ സോസ് ഇതൊക്കെ ചേർത്തു. പക്ഷെ മാവ് പരത്താൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി, നമ്മൾ ഇതിനൊന്നും ആളല്ലേ. ചപ്പാത്തി പ്രസ്സും ഇല്ലായിരുന്നു. എന്റെ പരത്തൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് അമ്മയാണ് ലാസ്റ്റ് പരത്തി തന്നത്. കണ്ടില്ലേ റബ്ബർ ഷീറ്റ് ഉണക്കാനിട്ടിരിക്കുന്ന പോലെ കിടക്കുന്നത്. അമ്മ പരത്തി അമ്മയുടെ കൈയും കഴിഞ്ഞു. അത് കണ്ടു എന്റെ കണ്ണും കഴിച്ചു. ലാസ്റ്റ് ഫില്ല് ചെയ്ത് തന്നപ്പോ പല അമ്മമാരുടെ മക്കള് പോലായി. ആരും തമ്മിൽ യാതൊരു ബന്ധമില്ല. പക്ഷേ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു അറിയണ്ടേ? ഒരു രക്ഷയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ശരിക്കും ഒരു രക്ഷയില്ലായിരുന്നേ. മധുരം ഉണ്ടാക്കാൻ മാത്രല്ല ചില കഴിവുകൾ എനിക്കുണ്ടെന്ന് കൊടുക്കോ. അപ്പൊ ശരി.